ഒരുത്തൻ പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഏതോ ഒരു പാർട്ടിയുടെ സമ്മേളനമാണ്, ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുത്തൻ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് റെസ്റ്റ് ചെയ്യുന്ന. ചോദിക്കാൻ നമ്മുടെ MVD ഇതുണ്ട്. പല ബ്രാൻഡ്സും എടുത്ത് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് നെക്സ്റ്റ് ജിറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾ ജർമ്മൻ കാറിലൊക്കെ വെക്കുമ്പോൾ ചൈന പ്രൊഡക്ട്സ് ഒന്നും കൊണ്ടു വെച്ചാൽ ഇറ്റ് വിൽ അഫക്ട് ദ ഹോൾ ഇഷ്യൂ. ഇതൊരു ഡൗൺലോഡർ ക്ലിപ്പാണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇങ്ങനത്തെ സിനാരിയോയിലൊക്കെ ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ നേരെ പോവാണേ. ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം വരെ ഈ കാറിൻ്റെ ഇപ്പുറത്തോട്ട് നോക്കണേ. അപ്പോൾ നമ്മൾ ഈ BMW എടുത്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളിതൊരു ജസ്റ്റ് ഒരു ആദ്യം ഒരു നല്ലൊരു വെഹിക്കിൾ എടുത്തിട്ട് നമ്മളിതിനെ ബിൽഡ് ചെയ്ത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഐറ്റം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ BMW നിന്നുള്ളതല്ല, ഏത് വെഹിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ റീസൺ എന്താണെന്നുള്ള ഷോർട്ട്സ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്തേക്കുന്ന ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചിപ്പോൾ പ്രൈസ് അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്, അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്യാപ്ഷനും തംബ്നെയിലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മറ്റേ ഡാഷ് ക്യാമിൻ്റെ ആൾക്കാരായിട്ടുള്ള നെക്സ്റ്റ് ജിറ്റോണിൻ്റെ ഒരു അടിപൊളി പ്രീമിയം സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടും വരുന്നുണ്ട്, ബാക്കും വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ ഓൺ ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡ്യുവൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റലേഷൻ കണ്ട പോലെ തന്നെ ഇത് ശരിക്കും അവരുടെ ഒരു പ്രൈം പ്ലസ് എന്ന് പറയുന്നതിൻ്റെ ഡ്യുവൽ ക്യാമറ മോഡാണ്. ഇതിന് ശരിക്കും 3 ക്യാമറ വരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ക്യാബിൻ ക്യാമറ ഓപ്ഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ പ്രൈവസി റീസൺസ് കൊണ്ട് നമ്മളൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡായിരിക്കും. ഇത് ഇവരുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതായത് നമ്മൾ ഈ ക്യാമറ വെച്ചിട്ട് 2ാമത്തെ ദിവസം ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ ക്യാമറ ബാക്കിലത്തെ ക്യാമറയുടെ ഫുട്ടേജസോടെ കാണാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കി, എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ട പോലെ തന്നെ ലൈക്ക് ആക്ച്വലി നമ്മൾ എടുത്ത് 2ാമത്തെ ദിവസം ഒരുത്തം ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്താൽ അവൻ ആദ്യമേ നമ്മളെ തെറി വിളിച്ചു, ഏതാണ്ട് പ്രൈവറ്റ് റോഡാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവൻ്റെ ഫേസോടെ കാണിച്ചിട്ടൊന്ന് അപ്ലോഡ് ചെയ്തായിരുന്നു. യൂട്യൂബിൽ റീൽ പോലെ അപ്ലോഡ് ചെയ്തായിരുന്നു. റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തണ്ണം വന്നെൻ്റെ കാലെ പിടിച്ചു. ലൈക്ക് അത് കഴിഞ്ഞാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത്. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലർ ചെയ്ത് കാണിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷേ ബ്ലർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞാൽ ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി കൊണ്ട് അവൻ്റെ നമ്പർ കാണാമായിരുന്നു. ബാക്കിൽ 180p അവൻ്റെ നമ്പർ കാണാം. ഫ്രണ്ടിലത്തെ 4K ആണെങ്കിൽ അവൻ്റെ നമ്പർ കാണാം. അവരെ കൃത്യമായിട്ട് കാണാം. അവരാ നിയമലംഘനം കാണിച്ച് നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വന്നതിനുള്ളൊരു പ്രൂഫാണ്. ആ ഒരു പ്രൂഫ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ നേരത്തെ പണ്ട് ഇതുപോലെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ അകത്തൊക്കെ എന്താണെങ്കിലും ഒരു ഡാഷ് ക്യാം മാൻഡേറ്ററി ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മൾ തപ്പി പോയ സമയത്താണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീലറാണ്, അതായത് പല ബ്രാൻഡ്സും എടുത്ത് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് നെക്സ്റ്റ് ജിറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. എസ്പെഷ്യലി നിങ്ങൾ ജർമ്മൻ കാറിലൊക്കെ വെക്കുമ്പോൾ ചൈന പ്രൊഡക്ട്സ് ഒന്നും കൊണ്ടു വെച്ചാൽ ഇറ്റ് വിൽ അഫക്ട് ദ ഹോൾ ഇഷ്യൂ. അല്ല, ഇതിനെ അഫക്റ്റ് ചെയ്യും, ഇതിൻ്റെ ഫുള്ള് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ബ്രാൻഡ്സ് പ്രിഫർ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡാണ് ഈ പറഞ്ഞ നെക്സ്റ്റ് ജിറ്റോൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് തൊട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണ്ട് 4000 5000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽസ് അവൈലബിൾ ആണ്. ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആണ് അവരുടെ വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ക്വാളിറ്റിയും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ അകത്ത് പാർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പാർക്കിംഗ് മോഡിന് നമ്മൾ എക്സ്ട്രാ ഒരു ഇവിടെ ഒരു പാർക്കിംഗ് മോണിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പാർക്കിംഗ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു ഹാർഡ്വെയർ നമ്മൾ വയർ ചെയ്താൽ പകലതിൻ്റെ ക്ലിപ്സ് ഇപ്പോൾ കാണിച്ചു തരും. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ ചെയ്താണ്. അപ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഓഫ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ പാർക്കിംഗ് മോഡ് ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊലീഷൻ വന്ന അങ്ങനെ ഒരു ഡിറ്റക്ഷൻ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ടൈം ലാപ്സ് വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ടൈം ലാപ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഫുൾ ടൈം ഓൺ ആക്കി ഇടരുത്, ബാറ്ററി ചാർജ് കൂടുതൽ കൺസ്യൂം ചെയ്യും. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അത് ഓണാക്കി ഇടുക. അത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ മേടിക്കുമ്പോൾ അതും കൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞാൽ ഞാൻ ഡ്യുവലാണ്. പുറകിൽ 180 ഫ്രണ്ടിൽ 4K ആണ് വരുന്നത്. ഇനി അതല്ല സിംഗിൾ ചാനൽ മതി തന്നെ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മസ്റ്റ് ആവുകയാണ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ജിറ്റോണിന് ഒരു ആപ്പും ഉണ്ട്. ആപ്പിൽ കൂടെ നിങ്ങൾക്ക് വൈഫൈ വഴി നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ഇവൻ്റെ ഒരു ആപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ അകത്ത് സൗണ്ട് അസിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കണക്ട് ഡാഷ് ക്യാം വൈഫൈ കൊടുക്കുക. നമ്മൾ അതിൻ്റെ അകത്ത് വൈഫൈ ഓൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ജിറ്റോൺ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇത് കേട്ടോ വൈഫൈ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്റ്റഡ് ആയിക്കോളും. കണക്റ്റഡ് ആയി
കണ്ടോ റെക്കോർഡിങ് ഇപ്പോൾ സ്റ്റാർട്ടഡായി, ഡാഷ് ക്യാം കണക്റ്റഡായി. കണ്ടോ മെമ്മറി കാർഡ് ഫിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യണം, അത് കുറേ കണ്ടന്റ് ആയെന്ന് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. പക്ഷേ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആയിരിക്കും കേട്ടോ, നമ്മുടെ നെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ക്വാളിറ്റി ഉള്ള എന്താണെങ്കിലും നിങ്ങൾക്ക് ആ മറ്റേ ഫുട്ടേജ് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ബാക്കിലത്തെ ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ ഇതുപോലെ ലൈവായിട്ട് കാണാൻ പറ്റും. ഇതിപ്പം നമ്മൾ ഇതുവരെ ഇട്ടേക്കുന്നുണ്ടാണ്, അതുപോലെ താത്തിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. കണ്ടോ അത്യാവശ്യം ക്വാളിറ്റി ഇവനും ഉണ്ട്. ഇത് കണ്ട് ഇതിൻ്റെ അകത്ത് ആൽബത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഡൗൺലോഡർ ക്ലിപ്പാണ്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇങ്ങനത്തെ സിനാരിയോയിലൊക്കെ ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ നേരെ പോവാണേ. ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം വരെ ഈ കാറിൻ്റെ ഇപ്പുറത്തോടെ നോക്കണേ, ഇതുപോലൊക്കെയുള്ള ക്ലിപ്സ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരുത്തൻ പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഏതോ ഒരു പാർട്ടിയുടെ സമ്മേളനമാണ്, ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുത്തൻ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് റെസ്റ്റ് ചെയ്യുന്ന ബസ് ബാക്കി വയ്ക്കുന്ന രീതിയാണ്. ഇതൊക്കെ ശരിയാണ്? ഇതൊക്കെ ചോദിക്കാൻ നമ്മുടെ MVD ഇതുണ്ട്, എനിക്കൊന്നും പറയുന്നില്ല, കൂടിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്ലിപ്പ്. ഇത് ബാക്ക് ക്യാമറ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ ഗുഡ്. ഇതുണ്ടോ, നല്ല ക്വാളിറ്റി തന്നെ ഇതിനും വരുന്നുണ്ട്. ഓട്ടോയാണ് ഇപ്പോൾ കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ആപ്പ് എന്ന് പറയുന്നത്. നമുക്കിത് വേണ്ടതൊക്കെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ സെറ്റിങ്സിൽ പോയി വേണ്ട ചേഞ്ചസ് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെ എല്ലാവിധ ഓപ്ഷൻസും ഇതിന് വരുന്നുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതെങ്കിലും ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ ജസ്റ്റ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എടുക്കാം. ആൻഡ് ഓൾസോ ഇവിടെ SD കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അവിടെയും സ്റ്റോർഡ് ആവുന്നുണ്ട്. നമുക്ക് വൈഫൈ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ കൊള്ളാം, ഒരു നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങളിത് വെച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് ദീസ് ആർ ലൈക്ക് വൺ ഓഫ് ദ ഗുഡ് ബ്രാൻഡ്സ് ദാറ്റ് യു ക്യാൻ ബൈ. സോ ഗിവ് ഇറ്റ് എ ട്രൈ. താങ്ക് യു.